ഹായ്, അർബക്സ് എക്സ്പേർട്ട് ടോക്സിലേക്ക് അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ ജോളി ആനലി സാർ. വൈബ് റിസോർട്ടിൻ്റെ ചെയർമാനാണ്, അതേപോലെ തന്നെ ഫോഗ് റിസോർട്ടിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. സാർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഡോൺ. താങ്ക് യു സാർ. എനിക്ക് ഫസ്റ്റായിട്ട് ചോദിക്കാനുള്ളത്, സാർ എന്താണ് ഈ ഒരു കരിയറിലേക്ക് വരാനുള്ളൊരു സാറിന് ഇൻസ്പയർ ചെയ്തൊരു ഫാക്ടർ? ഡോൺ, അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കൂളിംഗ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴൊന്നും നമുക്ക് നമ്മുടെ പാഷൻ എന്താണ്, നമ്മൾ എവിടേക്ക് പോകണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പ്രായത്തിലുള്ള ആളുകളെ കുറിച്ചാണ് കേട്ടോ. ഇപ്പൊ ജെൻസിയോ ആൽഫയോ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് 5ാം ക്ലാസ് തൊട്ടേ അവർക്ക് പ്ലാൻ ഉണ്ട് എവിടെ എത്തണം എന്നുള്ളത്. നമ്മളുടെ കാലത്ത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മുടെ കോളേജ് ലൈഫ് തുടങ്ങി അതൊക്കെ അവസാനിക്കാറാവുമ്പോഴാണ് നമ്മൾ എവിടേക്ക് പോകണം എന്നുള്ളത് നമുക്കൊരു പാഷൻ നമുക്ക് കറക്റ്റായിട്ട് വരിക. അപ്പോൾ എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് ട്രാവൽ എൻ്റെ ഒരു പാഷനാണ്. അങ്ങനെയാണ് ഞാൻ ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ ഒരു മാനേജ്മെൻറ്റ് കോഴ്സിന് ചേരാനും അതിനുശേഷം ട്രാവൽ ഏജൻസി വർക്ക് ചെയ്യാനും അത് കഴിഞ്ഞ് ട്രാവൽ ഏജൻസി തുടങ്ങാനും ട്രാവൽ ഏജൻസികളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലേക്ക് വരാനും റിസോർട്ടുകൾ തുടങ്ങാനും അങ്ങനെയാണ് നമ്മളുടെ ഒരു ബിസിനസ്സും പാഷനും ട്രാവലും എല്ലാം കണക്ട് ചെയ്താണ് അത് പോണത്. പിന്നീട് നമ്മൾ കുറച്ചുകൂടി പോയി കഴിയുമ്പോൾ ഈ പാഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒബ്സഷനായിട്ട് മാറും. മനസ്സിലായി? ഒബ്സഷനായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഈവൻ നമ്മൾ വിചാരിച്ചാൽ പോലും നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകും. അപ്പോൾ സാറിന് അതാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്തിച്ചത്? യെസ്, ഡെഫിനറ്റ്ലി. ഓക്കെ, എനിക്ക് അടുത്തതായി സാറിനടുത്ത് ചോദിക്കാനുള്ളത്, ഒരു പുതുതായിട്ട് വരുന്ന ഒരു സ്റ്റുഡൻറ്റ്, ഫോർ ലെറ്റ്സ് സേ ഒരു +2 കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻറ്റിന് എന്തൊക്കെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ കറൻ്റ് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ്? ഓക്കെ, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12th കഴിഞ്ഞ് വരുന്നു എന്ന് പറയുമ്പോൾ അവർ പല രീതിയിലുള്ള ഒരു സ്ക്രീനിങ് കഴിഞ്ഞിട്ടാണ് ആളുകൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നത്. ഇപ്പോഴും പഴയ രീതിയിലുള്ള ഡോക്ടറാക്കാനും എൻജിനീയർ ആക്കാനും അതുപോലെ തന്നെ ഒരു CA കാരനാക്കാനും ഒക്കെ നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീനിങ്ങിന് ശേഷമാണ് മറ്റ് മാനേജ്മെൻറ്റ് കോഴ്സുകളിലേക്ക് എത്തുന്നത്. പക്ഷേ ഇതൊരു 2010 വരെ അല്ലെങ്കിൽ 2015 വരെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ചേഞ്ച് എന്ന് പറയുന്നത് അതൊന്നുമല്ല ഒരു ആക്ച്വൽ പ്രൊഫഷൻ. ഈ മാനേജ്മെൻറ്റ് സ്കില്ലുള്ളതും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കോഴ്സുകൾ പഠിച്ച് ഇതുപോലെയുള്ള ഇതിൽ വരുമ്പോഴാണ് നമുക്ക് അപ്സ്കെയിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് സ്റ്റുഡൻസിന് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അവർ അതൊക്കെ വിട്ട് ഇതുപോലെയുള്ള മാനേജ്മെൻറ്റ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക, അത് കഴിഞ്ഞ് അവർക്ക് അപ്ഗ്രേഡ് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റീസ് കണ്ടെത്തുക എന്നുള്ളത് അവരുടെ ലൈഫിലെ ഒരു പാർട്ടായി കഴിഞ്ഞു. മനസ്സിലായി? അപ്പോൾ ഇതിൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ അതിൽ വലിയ സ്കോപ്പാണ്. ഇപ്പോൾ ലാസ്റ്റ് ടൈം ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ അവരുടെ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു. ആ സ്റ്റഡിയിൽ ഏഷ്യയിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും ഓൾമോസ്റ്റ് 100,000 5-star ഹോട്ടൽസ് ആണ് ഇൻ കമ്മിങ് 5 years വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മിനിസ്റ്റർ രാജീവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5-star ഹോട്ടൽസ് ഉള്ളത് നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് ബോംബെയിലോ ഡൽഹിയിലോ മഹാരാഷ്ട്രയിലൊക്കെ ആണെന്നാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ 5-star ഹോട്ടൽസ് ഉള്ളത് കേരളത്തിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തോന്നും ഇവിടെ മറ്റേ ബാർ എടുക്കാൻ വേണ്ടി 5-star കാറ്റഗറി എടുത്തത്. അതല്ല. അങ്ങനെയായിരുന്നെങ്കിൽ താജ് ഇവിടെ 20ഓളം പ്രോപ്പർട്ടികളുണ്ട്. ITC ഇപ്പോൾ വരുന്നു, ഹിൽട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ ക്രൗൺ പ്ലാസ ഉണ്ട്, ലീമെറിഡിയൻ. അവരൊന്നും ബാറിന് വേണ്ടി തുടങ്ങുന്നതല്ലോ. അപ്പോൾ ഇത്രയും 5-star ഹോട്ടൽസ് കേരളം എന്ന് പറയുന്ന ചെറിയൊരു സംസ്ഥാനത്തിലുണ്ടെങ്കിൽ അതിൻ്റെ സ്കോപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. അതുപോലെ കമ്മിങ് 5 years ഇവിടെ പുതുതായിട്ട് റിറ്റ്സ് കാൾട്ടൺ, അതുപോലെ തന്നെ W ഹോട്ടൽസ്, ജുമൈറ ഹോട്ടൽസ്, അതുപോലെ തന്നെ എന്താ പറയുക മാരിയറ്റിൻ്റെ പുതിയ പ്രോപ്പർട്ടീസ്, അങ്ങനെ കുറേ പ്രോപ്പർട്ടീസാണ് ഈവൻ കേരളത്തിൽ പോലും വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്കോപ്പ് എൻഡ്ലെസ് ആണ്. അതിന് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ 2034 സൗദിയിൽ വേൾഡ് കപ്പ് വരാൻ പോകുന്നുണ്ട്. അവിടെ ആ സിറ്റിയിൽ മാത്രം 100ഓളം 5-star ഹോട്ടൽസാണ് വരുന്നത്. 40 ഹിൽട്ടൺ സൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വലുതാണ്. ഒരു സ്റ്റുഡൻറ്റ് എന്ന നിലയ്ക്ക് ഇപ്പോൾ ലെറ്റ്സ് സേ ഞാനൊരു സ്റ്റുഡൻ്റാണ്, എനിക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരണം. അപ്പോൾ ഒരു എൻട്രി ലെവലിൽ ഒരാൾക്ക് എപ്പോഴും 5-star ഹോട്ടലിൽ ഒരു വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ഡ്രീം ആയിരിക്കും. അതെ. അതിന് എന്തൊക്കെ സ്കിൽസാണ് അവർക്ക് വേണ്ടത്? അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ്. ഇപ്പം നിങ്ങളൊരു 5-star ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഒരാളോട് സംസാരിക്കുന്നതിന് മുമ്പ് അയാളെ നിങ്ങളെങ്ങനെ അസസ് ചെയ്യുക? അയാൾ നിങ്ങളെ കാണുമ്പോൾ ചിരിച്ചു, അല്ലെങ്കിൽ ഒന്ന് കൈ തൊഴുതു, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞു, അപ്പോൾ തന്നെ നമ്മൾ റിലാക്സ്ഡ് ആയി, അതുപോലെ തന്നെ നമ്മൾ അവരായിട്ട് കണക്റ്റഡ് ആയി. നെക്സ്റ്റ് ആണ് അവരായിട്ടുള്ള സംസാരം. മനസ്സിലായി? അപ്പോൾ ഇതിന് ഒരു 3-4 പാർട്ടോട് കൂടിയാണ് അതിലെ ആ ഒരു
എൻഡ് റിസൾട്ടിലേക്ക് എത്തണത്. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇത് പഠിച്ചതോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മൾ നമ്മളുടെ തന്നെ ആറ്റിറ്റ്യൂഡും അറ്റയറും ചേഞ്ച് ചെയ്യണം. അതാണ് അർബെക്സിൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു ഫോർ ദ കോംപ്ലിമെൻറ്റ്. അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയിൽ പൊതുവേ ഉള്ള ഒരു സംശയമാണ്, ഈ ഒരു കോഴ്സിലേക്കോ ഈ ഒരു ഡെസിഗ്നേഷനിലേക്ക് ഒരാൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി പഠിക്കണം എന്ന് ഒരു ടോക്ക് ഉണ്ട്. അത് എത്രത്തോളം ശരിയാണ്? എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്രാവൽ എന്ന് പറയുന്നത് എൻ്റെ പാഷനായിരുന്നു. പക്ഷെ ഞാൻ ഒരു ഡിപ്ലോമ കോഴ്സാണ് അതിൽ പഠിച്ചത്, അല്ലാതെ 3 ഇയർ കോഴ്സ് അല്ല പഠിച്ചത്. പക്ഷേ നിങ്ങൾക്ക് അതിനോടൊരു പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബേസേ ആവശ്യമുള്ളൂ. കറക്റ്റായിട്ടുള്ള ഒരു സ്ഥലത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അർബെക്സ് നോളജ് പാർക്ക്, അതും വൈബ് മൂന്നാർ റിസോർട്ട് ആൻഡ് സ്പായും ചേർന്ന് അർബെക്സ് വൈബ് ഹോസ്പിറ്റാലിറ്റി കാഡറ്റ് പ്രോഗ്രാം, അത് എന്താ പറയുക, എത്രയും അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ അനൗൺസ്മെൻറ്റ് നടക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈം അത് പറയണത് ഇതിലാണ്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു കൺസെപ്റ്റാണ്. ഒരു വേൾഡിലെ പല രാജ്യങ്ങളും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അത് പിന്നീട് ഫോളോ ചെയ്യേണ്ടി വരും. നമ്മൾ സാധാരണ പറയും രജനീകാന്തിൻ്റെ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്താണ് അടുത്ത പടങ്ങൾ വരിക എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു കൺസെപ്റ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇനി ഫോളോ ചെയ്യും. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ ഒരു സ്റ്റുഡൻറ്റ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അർബെക്സിൽ ജോയിൻ ചെയ്യുന്ന ദിവസം വൈബായിട്ടുള്ള ജോബ് ഓഫർ ലെറ്റർ അവിടെ വെച്ച് സൈൻ ചെയ്യാണ്. അപ്പോൾ അവരുടെ കോഴ്സ് കഴിഞ്ഞാൽ ദേ ആർ ഗോയിങ് ടു വർക്ക് ഇൻ എ 5-star ഡീലക്സ് ഹോട്ടൽ, ദാറ്റ്സ് എ പ്രീമിയം വൺ ഇൻ കേരള എന്നുള്ളത് അവരുടെ മനസ്സിൽ ആ ഡ്രീം ഓൾറെഡി കം ട്രൂ ആവാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ജോബ് റോളിന് വേണ്ടിയിട്ടാണോ ഇവിടെ ട്രെയിൻ ചെയ്തത്? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞു ഒരു ഓഫർ ലെറ്റർ സ്റ്റുഡൻറ്റ്, നമ്മൾ ആ സ്റ്റുഡൻറ്റിൻ്റെ ഇൻ്റർവ്യൂ പ്രോസസ്സ് എങ്ങനെയായിരിക്കും? അല്ല, അതിൽ കുറേ 3-4 ടൈപ്പ് ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരാളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആറ്റിറ്റ്യൂഡും അറ്റയറും ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ, അവരിൽ മാറ്റാനുള്ള കാര്യങ്ങൾ, അത് കൂടാതെ പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്, അതുപോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ. മനസ്സിലായി? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ആളുകളെ കേൾക്കാൻ ആളില്ല. എക്സാക്ട്ലി പറഞ്ഞാൽ മനസ്സിലായി? എന്നെ ലിസൺ ചെയ്യാൻ, എനിക്ക് പറയാനുള്ളത് കേൾക്കുക. എല്ലാവരും ഞാനാണ് വലുത് എന്ന് കാണിക്കാനായിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതല്ല, ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ലെറ്റ് ദം ടോക്ക്, വി ആർ റെഡി ടു ലിസൺ. അതിനുശേഷമാണ് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം. പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതാണ് ഫസ്റ്റ് ഇമ്പോസ് ചെയ്യണത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റുമെങ്കിൽ മാത്രം ഇതിലേക്ക് വന്നാൽ മതി. നമ്മൾ അങ്ങനെയല്ല. നമ്മളുടെ അർബെക്സ് വൈബ് കാഡറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി കാഡറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അത് വി ലിസൺ ഫസ്റ്റ്. അവരെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും, അവർക്ക് എന്തിനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ അസസ് ചെയ്യും. നമ്മളുടെ ഒരു ഫുൾ ടീമുണ്ട്, മനസ്സിലായി? അപ്പോൾ അതിൽ സൈക്കോളജിസ്റ്റ് തൊട്ട് എല്ലാ ടീമും എല്ലാവരും അതിലുണ്ടാവും. അവരാണ് ഇത് കേൾക്കുന്നത്. ഇൻഡസ്ട്രി എക്സ്പേർട്സ്, ട്രാവൽ എക്സ്പേർട്സ്, ഹോസ്പിറ്റാലിറ്റി എക്സ്പേർട്സ്, അവരെല്ലാവരും ഉണ്ടാവും. അവരിത് കേട്ട് കഴിഞ്ഞിട്ടാണ് ഡിസൈഡ് ചെയ്യണത് ഇവർക്ക് ഏതിലേക്കുള്ളതാണ് ആപ്റ്റിറ്റ്യൂഡ്, ഏതിലുള്ളത്. അപ്പോൾ അവരെ അതിനനുസരിച്ച് നമ്മൾ മോൾഡ് ചെയ്യും, മനസ്സിലായി? അപ്പോൾ അതിലുള്ള പ്ലസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ഹൗസ് കീപ്പിങ്ങിലാണ് അയാളുടെ ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കുക. കുറച്ച് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ആൾക്ക് താല്പര്യമുണ്ട്, മനസ്സിലായി? ഇപ്പോൾ എപ്പോഴും നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, എന്താ പറയുക, ആ ബെഡിൽ കുറേ ഡിസൈൻസും കാര്യങ്ങളൊക്കെ, അതിലൊരു താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ആളെ അതിലേക്ക് തിരിച്ചുവിടുകയും അപ്പോൾ അതിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ആവാനും, അതിൽ സൂപ്പർവൈസർ ആവാനും, അതിൻ്റെ മാനേജർ ആവാനും, അതിൻ്റെ ഡയറക്ടർ ആവാനും അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഓരോ ഇപ്പോൾ റിസപ്ഷൻ ആയിരുന്നാലും ഫ്രണ്ട് ഓഫീസ് ആയിരുന്നാലും എല്ലാത്തിലും അതാണ് നമ്മളുടെ സ്പെഷ്യാലിറ്റി. അതിലേക്ക് നമ്മൾ ആ മകനെ അല്ലെങ്കിൽ മകളെ എത്തിക്കും. സാർ, ഒരു കോമൺ ജോബ് റോൾസ് ഒരു ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ആയിരിക്കും ഒരു ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് കിട്ടാൻ പോകുന്ന ജോബ് റോൾസ് ഓർ ഓപ്പർച്യൂണിറ്റീസ്? അല്ല, ഇതിൽ എൻഡ്ലെസ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. ഇതിലുള്ള ഏറ്റവും വലിയ ഒരു നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു ജോബാണ് ഹോസ്പിറ്റാലിറ്റി ജോബ്. നമ്മൾ ഏത് പൊസിഷനിലായിരുന്നാലും, ഏത് ചെറിയ ലെവലിൽ നമ്മൾ തുടങ്ങിയാലും അവിടെ വരുന്ന ഓരോ ഗസ്റ്റും
നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അവരായിട്ട് കണക്റ്റഡ് ആയാൽ, ഞാൻ പലപ്പോഴും നമ്മളുടെ റിസോർട്ടിൽ അവരോട് പറയാറുണ്ട്, അവർ ചെയ്യാറുമുണ്ട്. എന്താ വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരു ഹസ്ബൻഡും വൈഫും കൂടി വരുന്നു, ഒരു മകളുണ്ട്, ചെറിയ മകളുണ്ട് അല്ലെങ്കിൽ മകനുണ്ട്, ആ കൊച്ചു കരയുന്നു, ഇവരെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളുടെ സ്റ്റാഫിന് അവരെ ടേക്ക് കെയർ ചെയ്യാം, അവരെ ഫ്രീ ആക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ വൈബ് റിസോർട്ടിൽ നമ്മളൊരു ചിൽഡ്രൻ പ്ലേയിങ് ഏരിയ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർക്ക് എല്ലാ റിസോർട്ടിലും നമ്മൾ പോകുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഹസ്ബൻഡിനും വൈഫിനും ചിലപ്പോൾ പൂളിൽ പോകണമായിരിക്കും. കൊച്ചുകുട്ടിയുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നുകിൽ ഹസ്ബൻഡ് പുറത്തിരിക്കണം അല്ലെങ്കിൽ വൈഫ് പുറത്തിരിക്കണം. ഇവിടെ വി വിൽ ടേക്ക് കെയർ ഓഫ് ദം. മനസ്സിലായോ? അപ്പോൾ അവർക്ക് 2 മണിക്കൂർ പോകണോ 3 മണിക്കൂർ പോകണോ വാട്ട് എവർ ഇറ്റ് ഈസ്, അപ്പം നമ്മൾ മക്കളെ നമ്മൾ ടേക്ക് കെയർ ചെയ്യും. ദേ ക്യാൻ ഡു ആസ് ദേ ലൈക്ക്. മനസ്സിലായി? അപ്പോൾ നമ്മളുടെ റിസോർട്ടിൽ വരുന്ന ഒരാളെ എത്ര റിലാക്സ്ഡ് ആക്കാൻ നമുക്ക് കഴിയും, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ എപ്പോഴും വൈബിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മൾ പറയണത് വി ആർ സെല്ലിങ് മെമ്മറീസ് എന്നാണ്. മനസ്സിലായി? ഓരോരുത്തർക്കും അവരുടെ ലൈഫിലെ ഒരു മെമ്മറി ആയിട്ട് അത് മാറുകയും അത് മാറാനായിട്ട് എന്ത് വേണം? കൂടെയുള്ള നമ്മളുടെ സ്റ്റാഫുകളും നമ്മളുടെ കൂടെയുള്ള ആളുകളെല്ലാം അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അവരത് കണ്ടറിഞ്ഞ് ചെയ്യാവുന്ന രീതിയിലേക്ക്. അതാണ് അർബെക്സിൻ്റെ ഒരു മെയിൻ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ, ഇവർ ക്രിയേറ്റ് ചെയ്യണത് ഒരു ജോബിന് വേണ്ടി ഒരാളെ പ്രിപ്പയർ ചെയ്യിക്കുകയല്ല, അവൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാവുന്ന രീതിയിൽ അവനെ മോൾഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് ഒരു കാൻഡിഡേറ്റ് അവിടെ വരുന്ന കാൻഡിഡേറ്റ് ഒരു ഓൾറൗണ്ടർ ആയിരിക്കണം. നമ്മുടെ ട്രെയിനിങ്ങും ഡെഫിനറ്റ്ലി ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു 4 ജോബ് റോൾസിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. സ്റ്റുഡൻസ് ആ ഒരു ഗവൺമെന്റിന്റെ തന്നെ NSDCയുടെ അണ്ടറിൽ വരുന്ന സ്കില്ലിംഗ് ആണ് ഞങ്ങളിവിടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ കാൻഡിഡേറ്റ് വരുന്നൊരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ 4 സ്കിൽ റോളിൽ ക്വാളിഫൈഡ് ആയിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി വിച്ച് വിൽ ബി ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ നമുക്ക് തരാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഡെഫിനറ്റ് ആയിട്ടും ഞാൻ അതെനിക്ക് വളരെ ഇപ്പം ഞാൻ നിങ്ങളുടെ CEO സുഹാസ് ആയിട്ട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇവർക്ക് 4 ഇത് റോളിലുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് തന്നെ ഇപ്പോൾ അവിടെ ജോയിൻ ചെയ്ത് നമ്മളിതൊക്കെ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എല്ലാം നടത്തി അവരവിടെ ജോയിൻ ചെയ്തതിന് ശേഷവും പലർക്കും തോന്നാം, എനിക്ക് ഇതിനേക്കാളും നല്ലത് മറ്റേതായിരുന്നു എന്ന് തോന്നിയാൽ അവർക്ക് അതിലേക്ക് മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. എൻ്റെ അടുത്ത ക്വസ്റ്റ്യനും അത് തന്നെയായിരുന്നു സാർ. ഒരു സ്റ്റുഡൻറ്റ് ഒരു കാൻഡിഡേറ്റ് അവിടെ വന്നു, ജോയിൻ ചെയ്തു, ഒരു പർട്ടിക്കുലർ ജോബ് റോളിൽ ജോയിൻ ചെയ്തു. വാട്ട് വിൽ ബി ഹിസ് പോസിബിലിറ്റീസ് ഫോർ ഹിസ് കരിയർ ഗ്രോത്ത്? ഓക്കെ, അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടതും കാൻഡിഡേറ്റ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് ജോയിൻ ചെയ്തു, നാളെ സൂപ്പർവൈസറായി, മറ്റന്നാൾ മാനേജറായി, അതിൻ്റെ പിറ്റേ ദിവസം GM ആവാമെന്ന് ധരിച്ചിട്ട് ഒരാളും ഈ കോഴ്സിന് വരണ്ട. അതെ, ഡെഫിനറ്റ്ലി. പക്ഷേ നമ്മളൊരു ലോങ് ടൈമിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഇതിനെ കാണേണ്ടത്. നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പോണ ശരിക്കും പറഞ്ഞാൽ ഒരു 12th കഴിഞ്ഞ ആൾ എന്ന് പറഞ്ഞാൽ 12+5 17 ഇയേഴ്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ 18 ഇയേഴ്സ് ആയി. അത് കഴിഞ്ഞ് അർബെക്സിൻ്റെ ഈ കോഴ്സിൽ, ഈ പ്രോഗ്രാമിൽ, ഈ കാഡറ്റ് പ്രോഗ്രാമിൽ അവർ 6 മന്ത്സോ 1 ഇയറോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഈ 18 വർഷം പഠിച്ചതും അത് കഴിഞ്ഞ് അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു 40, 50, 60 വർഷത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ ഒരു 6 മാസം കൊണ്ട് ചെയ്യണത്. അതിനു വേണ്ടി അവരെ മോൾഡ് ചെയ്യാണ്. നമുക്കുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ തന്നെ ഒരു ഫോക്കസ്ഡ് ആയിട്ടല്ല ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മൾ കുറേ സബ്ജക്റ്റുകൾ, കുറേ കാര്യങ്ങൾ തലയ്ക്കകത്ത് കുത്തി നിറച്ച് ഒരാളെ പുറത്തേക്ക് വിടുകയാണ്. അപ്പോൾ അയാൾ ഒരിക്കലും ഫോക്കസ്ഡ് അല്ല. ഇവിടെ വരുമ്പോഴുള്ള ഇതെന്ന് പറഞ്ഞാൽ അവനെ ഒരു സബ്ജക്റ്റിൽ അതിൽ സ്പെഷ്യലിസ്റ്റ് ആക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് അവൻ്റെ ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും. അപ്പോൾ അതിൽ എത്ര ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് പഠിക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലാത്തതോ അല്ലെങ്കിൽ പഠിക്കാൻ സ്റ്റുഡൻസ് ഇല്ലാത്തതോ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ പുറത്തേക്ക് വിടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇല്ലാത്തതോ അല്ല. അവർക്കൊരു എൻട്രി കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനറ്റ്ലി. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ കേരളത്തിലായാലും പുറത്തായിരുന്നാലും ഈവൻ മിഡിൽ ഈസ്റ്റിൽ പോലും നിങ്ങളൊരു ജോബിന് ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും പുഷ് ചെയ്യാനില്ലാതെ അതിലേക്ക് എൻട്രി കിട്ടില്ല. ഇവിടെയുള്ള പ്ലസ് എന്ന് പറഞ്ഞാൽ അവനൊരു കോഴ്സ് ജോയിൻ ചെയ്യുന്നു, അന്ന് തന്നെ അവൻ്റെ ബിഗിനിങ് അല്ലെങ്കിൽ അവൻ്റെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള സ്റ്റാർട്ട് കിട്ടുകയാണ്. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 സ്റ്റാർ റിസോർട്ടിൽ ജോയിൻ ചെയ്യുകയാണ്.
അപ്പോൾ ഫ്യൂച്ചറിൽ അവൻ വേറെ രാജ്യങ്ങളിലേക്കോ വേറെ കാര്യങ്ങളിലേക്കോ ഒക്കെ പോകുമ്പോൾ അത് ഓൾറെഡി അവനൊരു ബേസ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, ഇനി എവിടെ വേണമെങ്കിലും അവന് പോവാം. പിന്നെ ഞങ്ങളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു സബ്ജക്റ്റ് കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞ ഈ സൗദി അറേബ്യയിലെ 2034 ആ ഓപ്പർച്യൂണിറ്റി, അതുപോലെ തന്നെ വേൾഡിൽ വരുന്ന പല ടൈപ്പ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ US അടുത്ത വേൾഡ് കപ്പ് നടക്കുന്നത്. അതുപോലെയുള്ള പല ഓപ്പർച്യൂണിറ്റീസും സ്ക്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കോഴ്സിന് ജോയിൻ ചെയ്ത് പഠിക്കുന്ന സ്റ്റുഡൻസിന് മിനിമം 2-3 അതർ ലാംഗ്വേജസ് കൂടി. ലാംഗ്വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിനെ എക്സ്പെർട്ട് ആക്കുക എന്നല്ല, പക്ഷേ ഫസ്റ്റ് തിങ് ഒരാളെ കാണുമ്പോൾ എങ്ങനെ വിഷ് ചെയ്യണം, എങ്ങനെ ഒരു സുഖമാണോ എന്ന് ചോദിക്കണം, അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് ഒരു 100 വാക്കുകൾ അവർക്ക് ആവശ്യമായിട്ട്. അപ്പോൾ അത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അറബിക്, ജർമ്മൻ, ഫ്രഞ്ച്, ഇംഗ്ലീഷും ഹിന്ദിയും ഓൾറെഡി അതിലുണ്ടാവും. മനസ്സിലായി? അപ്പോൾ അതുകൂടി ആകുമ്പോൾ ഏത് സ്ഥലത്തും ഇടിച്ചു നിൽക്കാൻ ഇവിടെ പഠിച്ച ഒരു സ്റ്റുഡൻറ്റിന് കഴിയും. ഡെഫിനറ്റ്ലി. സാർ, ഞാൻ ഈ വൈബ് റിസോർട്ടും സാറ് പറഞ്ഞിരുന്നില്ല, വൈബ് റിസോർട്ടും ഫോഗ് റിസോർട്ടും. അതെ. എന്താണ് ഈ ഒരു വൈബ് റിസോർട്ടിന്റെ സ്പെഷ്യാലിറ്റി? ഈ ഒരു ഗ്രൂപ്പ് അവർ ഈ റിസോർട്ടിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസിനെ കുറിച്ച് സാറിന് പറയാൻ പറ്റും? ഓക്കെ, രണ്ടിനെ കുറിച്ചും ഞാൻ പറയാം. ഫോഗ് റിസോർട്ട് ആൻഡ് സ്പാ എന്ന് പറയുന്നത് അതൊരു 4-star ഡീലക്സ് റിസോർട്ടാണ്. അത് 2010 അത് തുടങ്ങിയത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 15 years ആയി. കേരളത്തിലെ ഏറ്റവും നല്ല ഫാമിലി റിസോർട്ടിനുള്ള വേൾഡ് ട്രാവലേഴ്സ് അവാർഡ് കിട്ടിയിട്ടുള്ള റിസോർട്ടാണ്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഫാമിലീസിന് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആവുന്നതും ഫാമിലീസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള റിസോർട്ടാണ് ഫോഗ് റിസോർട്ട്. ഞങ്ങൾ ശരിക്കും 2016 അതിനേക്കാൾ അപ്ഗ്രേഡഡ് ആയ ഒരു വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡ് ഉള്ള ഒരു റിസോർട്ട് മൂന്നാറിൽ ഉണ്ടാവണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് വൈബ് മൂന്നാറിനെ കുറിച്ച് ആലോചിക്കുന്നത്. അങ്ങനെയാണ് ഈ വൈബ് റിസോർട്ട് ആൻഡ് സ്പാ മൂന്നാർ എന്ന് പറഞ്ഞ 5-star ഡീലക്സ് റിസോർട്ട് വിത്ത് ഓൺ ഹെലിപാഡ്, 203 key ഉള്ള ഒരു പ്രോപ്പർട്ടി, ഏറ്റവും വലിയ റൂഫ് ടോപ്പ് പൂളുള്ള പ്രോപ്പർട്ടി, ഏറ്റവും വലിയ സ്പാ, കേരളത്തിലെ ഏറ്റവും വലിയ സ്പാ 6000 square feet സ്പാ. അതിലാണെങ്കിൽ എന്താ പറയുക, ഇൻ്റർനാഷണൽ സ്പെഷ്യാലിറ്റീസ് ആയിട്ടുള്ള ടർക്കിഷ് ഹമാം, അതുപോലെ തന്നെ മൊറോക്കൻ ബാത്ത്, പിന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ഉള്ള ഒരു സ്പെഷ്യാലിറ്റി സ്പാ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റ് സ്പേസ് ഉള്ള, കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റ് സ്പേസ് ഉള്ള റിസോർട്ടാണ് വൈബ് റിസോർട്ട്. ഇതൊക്കെ കൂടാതെ ഇപ്പോൾ നമ്മളുടെ ഒരു പുതിയൊരു ഇൻഫിനിറ്റി പൂളിൻ്റെ പണി നടക്കുന്നുണ്ട്. അത് വിത്തിൻ ഒരു 2 months അത് ഓപ്പൺ ആവും. അത് ഇന്ത്യയിലെ ആദ്യത്തെ 24/7 പൂളാണ്. ഇന്നിപ്പോൾ നിങ്ങൾ പല സ്ഥലങ്ങളിലും ചെന്ന് താമസിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 7 മണിക്ക് പൂൾ ക്ലോസ് ചെയ്യുമെന്ന് പറയും. മനസ്സിലായി? ഇപ്പോൾ പുതിയൊരു കൺസെപ്റ്റ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ദുബായിലൊരു റിസോർട്ട് ഓൾറെഡി വന്നിട്ടുണ്ട് 24/7. ഇന്ത്യയിലെ ആദ്യത്തെ 24/7 പൂളാണ് വൈബിൽ വരാൻ പോകുന്നത്. അപ്പോൾ എവറിത്തിങ് ഹാസ് ടു ബി എ സ്പെഷ്യാലിറ്റി. അതുപോലെ തന്നെ അത് പ്രീമിയം ആയിരിക്കണമെന്നും നമുക്ക് നിർബന്ധമാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അടുത്തൊരു മേഖലയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരാളാണ്. ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ നമ്മൾ പണ്ട് കാലത്തുള്ളത് പോലെയല്ല, ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് കൂടുതൽ കസ്റ്റമർ ഡിലൈറ്റ്, അങ്ങനെ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി കുറേ ചേഞ്ചസ്, കസ്റ്റമർ എക്സ്പീരിയൻസിൽ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നമുക്കൊരു എയർപോർട്ട് സർവേ ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ സർവേസ് എല്ലാ വർഷവും ഇട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ കുറേ കസ്റ്റമർ എക്സ്പീരിയൻസ് ഓർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള പല പല ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ എന്താണ് ലാസ്റ്റ് 5 years ഉണ്ടായ ഒരു കസ്റ്റമർ എക്സ്പീരിയൻസിൽ, കസ്റ്റമർ റിക്വയർമെന്റ്സിൽ ഉണ്ടായ ചേഞ്ച്? ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ആ 2 കാര്യത്തിലും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ മെയിൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ട്രാവൽ എക്സ്പീരിയൻസ് ആണ്. കൂടാതെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലും എനിക്ക് എക്സ്പീരിയൻസ്. ട്രാവലിനെ എടുത്ത് പറഞ്ഞാൽ ഓരോ എയർലൈനുകളും പുതിയ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, എമിറേറ്റ്സിനെയോ അല്ലെങ്കിൽ ഖത്തർ എയർവേസിനെയോ അല്ലെങ്കിൽ ഇത്തിഹാദിനെ പോലെയുള്ള എയർലൈനുകൾ ലക്ഷറി എന്ന് പറഞ്ഞ്, സൂപ്പർ ലക്ഷറി എന്ന് പറഞ്ഞ് അവർ സീറ്റ് ചേഞ്ച് ചെയ്ത് ഒരു എന്താ പറയുക, ബെഡ്റൂം തന്നെ ഫ്ലൈറ്റിനുള്ളിൽ കൊടുക്കുന്ന ഫസ്റ്റ് ക്ലാസ് സീറ്റുകളാക്കിയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. ഇൻ ബിറ്റ്വീൻ ബഡ്ജറ്റ് എയർലൈൻ എന്ന് പറഞ്ഞ് എയർ അറേബ്യ വന്നു. അന്ന് വന്ന സമയത്തൊക്കെ എല്ലാവരും പറഞ്ഞു ഇതാരും ഉപയോഗിക്കാൻ പോണ ഒരു സിസ്റ്റം അല്ല, ഇങ്ങനെ ഒരു സിസ്റ്റം റൺ ചെയ്യില്ല, ഇങ്ങനെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു കൊടുത്ത് എയർ അറേബ്യ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഏരിയയ്ക്കും ഒരു ടൈപ്പ് ഓഫ് കസ്റ്റമർ ഉണ്ട്. പക്ഷെ അതിലുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് എക്സ്പെക്ടേഷൻ ലെവൽ ഈസ് ടു ഹൈ.
മനസ്സിലായി? അതിപ്പോൾ 100 രൂപ കൊടുത്ത് എടുക്കണവനായിരുന്നാലും 10,000 ദിർഹം കൊടുത്ത് ടിക്കറ്റ് എടുക്കണവനായിരുന്നാലും അവരുടെ എക്സ്പെക്റ്റേഷൻ അത് വെരി വെരി ഹൈ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ നേരത്തെ ഡോൺ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇവിടെ പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റ് സാധാരണ നേരത്തെ ആളുകൾക്ക് കിട്ടിയിരുന്ന അതേ സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവരെ കിട്ടിയിട്ട് കാര്യമില്ല. എക്സ്ട്രാ വാട്ട് ദേ ക്യാൻ ഗിവ് എക്സ്ട്രാ ടു ദാറ്റ് കസ്റ്റമർ അല്ലെങ്കിൽ ആ ഗസ്റ്റ്, അത് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലായിരുന്നാലും ട്രാവൽ ഇൻഡസ്ട്രിയിലായിരുന്നാലും. അപ്പോൾ ഇതിൽ രണ്ടിലും എങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യാം, അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. വൈബ് റിസോർട്ടിൽ നിങ്ങൾ ഓരോ റൂമിലേക്കും കയറുമ്പോൾ അതിൻ്റെ വാക്ക് വേയുടെ ഒരു വിഡ്ത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിലെന്ത് ചേഞ്ചാണ് നമ്മൾ വരുത്തിയിരിക്കുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻ്റർനാഷണൽ ട്രാവൽ പോണ ഒരാൾ UK അല്ലെങ്കിൽ ഫ്രാൻസിലോ ഒരു റൂം എടുത്താൽ ആ റൂമിനുള്ളിലേക്ക് കയറുമ്പോൾ ഒരു ഇടുങ്ങിയ വഴി കൂടെ പോയിട്ടാണ് റൂം ഉണ്ടാവുക. നമ്മളത് കയറുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലെത്തും. അപ്പോൾ നമ്മൾ ഓപ്പൺനെസ് മനസ്സിലായ ആ ഒരു ഇത് ഫീല് കിട്ടാനാണ് ആ ഒരു ചേഞ്ച് വരുത്തിയത് ഓരോരോ കാര്യങ്ങളിലും. അതുപോലെ തന്നെ ഒരു ഫാമിലിയുടെ ഇപ്പോഴുള്ള കാലത്ത് ഏറ്റവും വലിയ കൺസേൺ ആണ് നമുക്ക് ഒരു 10-15 വയസ്സുള്ള കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈവൻ 2 റൂം എടുത്തിട്ടുണ്ടെങ്കിലും അവർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള നമ്മളുടെ ആകാംക്ഷ, നമ്മളുടെ ഉത്കണ്ഠ. അപ്പോൾ എന്തുണ്ടാവും? ഈ ഫാദറിനും മദറിനും അവരുടെ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വൈബിൽ ഓൾമോസ്റ്റ് 21ഓളം റൂമുകൾ ഇന്റർ കണക്റ്റിംഗ് റൂംസ് ആണ്. അപ്പോൾ അവർ കണക്റ്റഡ് ആണ്, ദേ ആർ ഹാപ്പി, മറ്റവരും ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ ഇവർ ഹാപ്പി ആവണതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സേഫ് ആണെന്നുള്ളതാണ് ഇവരുടെ ഹാപ്പിനെസ്. മറ്റവർ ഹാപ്പി ആവണതിന് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈവൻ ഗേൾസ് ആയിരുന്നാലും ബോയ്സ് ആയിരുന്നാലും ഓക്കെ ഇവരും കണക്റ്റഡ് ആണ്, നമുക്ക് ഫാമിലി ആയിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു റൂം മറ്റേ റൂമായിട്ടിരിക്കുമ്പോൾ അതൊരു കണക്ഷൻ കുറവ് വരും. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിൽ ആകെ ഈജിപ്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ബുക്ക് ചെയ്യണ സമയത്ത് ഇന്റർ കണക്റ്റിംഗ് റൂംസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സാധാരണ റിക്വസ്റ്റ് ഇടാറുണ്ട്. പക്ഷേ അതിനടിയിൽ തന്നെ ഇവർ റിപ്ലൈ കൊടുക്കുമ്പോൾ ഹോട്ടലുകാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇന്റർ കണക്റ്റിംഗ് റൂം ഗ്യാരണ്ടീഡ് കൊടുക്കില്ല, അപ്പോൾ അവൈലബിലിറ്റി മാത്രമേ, സബ്ജക്ട് ടു അവൈലബിലിറ്റി എന്ന് പറഞ്ഞാണ് അവർ കൊടുക്കുക. പക്ഷേ ഈജിപ്തിൽ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇന്റർ കണക്റ്റിംഗ് റൂം നമ്മൾ ഗ്യാരണ്ടീഡ് തരും, ബട്ട് യു ഹാവ് ടു പേ $25 മോർ. ഓക്കെ. അപ്പൊ നമ്മൾ ആ സിസ്റ്റം എടുത്തു. നമുക്ക് ആളുകൾ പൈസ കൊടുക്കാൻ തയ്യാറാണ്, അവർക്ക് സ്പെൻഡിങ് പവർ ഉണ്ട്. പക്ഷെ നമുക്കത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്താ ചെയ്യുക? അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓക്കെ വി ആർ ഡൂയിങ് ദ സെയിം. നമ്മൾ വൈബിൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്റർ കണക്റ്റിംഗ് റൂംസ് ഒരാൾ റിക്വസ്റ്റ് ചെയ്താൽ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ സബ്ജക്ട് ടു അവൈലബിലിറ്റി നമുക്ക് കൊടുക്കാം. അതല്ല എങ്കിലും ഇവർക്ക് വേണമെങ്കിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് ബുക്ക് ചെയ്യാം. ഇഫ് ദേ പേ $25 മോർ നമ്മൾ ഗ്യാരണ്ടീഡ് ആയിട്ട് ഇന്റർ കണക്റ്റിംഗ് കൊടുക്കും. ദെയർ കീ വിൽ ബി റെഡി ദെയർ വെൻ ദേ വിൽ ബി ദെയർ. നമുക്കിപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ മാരിയറ്റ് എന്ന പ്രോപ്പർട്ടി, ഇപ്പോൾ ഫെയർഫീൽഡ് ബൈ മാരിയറ്റ് എന്ന് പറഞ്ഞ ബഡ്ജറ്റ്ലി കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അവർ റൂംസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ക്വാളിറ്റി ഓഫ് സർവീസിലും ഇതില്ല. പക്ഷെ ഇതൊരു മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അവരിങ്ങനെ ചെയ്യുന്നത്? ഡെഫിനറ്റ് ആയിട്ടും സി ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, ഒരു വിധപ്പെട്ട ഇൻഡസ്ട്രിയിലെല്ലാം. ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, മാൾസിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതിലും ചെറിയ ടൈപ്പ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പെട്ടിക്കടകളുണ്ട്. എല്ലാവർക്കും ബിസിനസ് ഇല്ലേ? എല്ലാവരും നന്നായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് ഓരോ കാറ്റഗറി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാരിയറ്റ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും കൂടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരിയറ്റ് മർക്കീസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്. അത് കഴിഞ്ഞ് JW മാരിയറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. അത് കഴിഞ്ഞ് വെറും മാരിയറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. പിന്നെ കോർട്ട്യാർഡ് മാരിയറ്റ് എന്ന് പറഞ്ഞ് വേറെ ഒരെണ്ണമുണ്ട്. അത് അങ്ങനെ അവർക്കെല്ലാം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മിനിമം 5 ടൈപ്പ് 5ഓളം ബ്രാൻഡുകൾ 6ഓളം ബ്രാൻഡുകൾ മാരിയറ്റിനായിരുന്നാലും താജിനായിരുന്നാലും ഒക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാ കാറ്റഗറി ഓഫ് പീപ്പിളിനെ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യണം, അതിൽ നിന്നെല്ലാം ബെനിഫിറ്റ് ഉണ്ടാക്കണം. പിന്നെ എല്ലാവരും നോക്കുന്നത് അവരെ അപ്സെൽ ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും തന്നെയാണല്ലോ. ഒരു കാറ്റഗറി ഓഫ് പീപ്പിളിനെ മാത്രം സെർവ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. സാർ, ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻറ്റിന് വേണ്ടി സാറിന് പറയാൻ എന്താണ് ഒരു അഡ്വൈസ് ഫ്രം യുവർ എക്സ്പീരിയൻസ്? ഞാൻ ബിഗിനിങ് തൊട്ട് പറയണതും എന്നും പറയണതും ഇനിയും പറയാൻ പോണതും, നിങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അത് ചേഞ്ച് ചെയ്യണം. നമുക്ക് കേരളൈറ്റ്സിന് ഇല്ലാത്തതും ശ്രീലങ്കയ്ക്കോ അല്ലെങ്കിൽ മലേഷ്യക്കോ ഇന്തോനേഷ്യക്കോ തായ്ലൻഡിലോ ഉള്ള ആളുകൾക്കുള്ളതുമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്
ഒരാളെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. അത് മാറ്റണം. റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. പണ്ട് കാലം തൊട്ടേ നമ്മൾ പലപ്പോഴും വളരെ നല്ലൊരു ഫ്രേസ് പറയാറുണ്ട്, ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന്. അത് വായൽ കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. അതിലേക്ക് നമ്മൾ എത്തിയാൽ യു വിൽ ബി എ വെരി ഗുഡ് സ്റ്റുഡൻറ്റ്, യു വിൽ ബി എ വെരി ഗുഡ് പ്രൊഫഷണൽ. നിങ്ങൾക്ക് ഏത് ലെവൽ വരെയും ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ എത്താൻ പറ്റും. ഓക്കെ, എന്തായാലും സാറിൻ്റെ ഒരു വളരെ ഇൻഫോർമേറ്റീവ് ആയൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു. ഈ ഒരു ടൈം സാർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു വില്ലിങ്നെസ് കാണിച്ചതിന് ഞങ്ങൾക്ക് അർബെക്സിൻ്റെ സൈഡിൽ നിന്ന് വളരെ താങ്ക്സ് സാർ. താങ്ക് യു ഡോൺ, താങ്ക് യു വെരി മച്ച്.